ബേജാറാ. വാ ഇങ്ങോട്ട്. അമ്മ എന്നെ കൂടെ കൊണ്ടുപോ അമ്മ. എനിക്ക് ഇവിടെ നിൽക്കണ്ട. എന്നെ കൊണ്ടുപോ അമ്മ. അമ്മ എന്നെ കൊണ്ടുപോ. അടിച്ചി കൈ വിടടി. കൈ വിടടി. അമ്മ കൈ വിടടി. നാശം. എന്റെ കൈ പിടിച്ചു വലിച്ച് കൈ വേദനിക്കുന്നു. നീ എന്തിനാണ് എന്നെ ചവിട്ടി? എന്തിനാ എന്റെ കൈ പിടിച്ചു വലിച്ചത്? കവി, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ബാഡ് സ്വപ്നം. എന്റെ കൈ ഒടിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. അതല്ലേ എന്റെ കൈ പിടിച്ചു വലിച്ചത്? ഞാനാ ഗൗതല്ലേ, അവന്റെ കൂടെ ഒളിച്ചോടി പോയതാടി സ്വപ്നം കണ്ടത്. അവന്റെ അമ്മയാണെങ്കിൽ എന്നെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കും. പക്ഷെ എന്റെ ചാണകം വരെ വാരിപ്പിച്ചടി. അതാ ഞാൻ സ്വപ്നം കണ്ടത്. ശരിക്കും നീ അവന്റെ കൂടെ തന്നെ ഒളിച്ചോടി പോക്കാം. ശരിക്കും നിനക്ക് ഈ പണികളൊക്കെ കിട്ടേണ്ടത് തന്നെയാണ്. പോടി അവിടുന്ന്. നീ അവിടെ പക്കേ നേരെ വളർത്താൻ കുറച്ചു നേരം കൂടി ഉണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഓ, എന്റെ ഉറക്കൊക്കെ പോയി. ഷോ, എന്തൊരു സ്വപ്നമായിരുന്നു ഇത്. എന്റെ ദൈവമേ, ഇവിടെ ഇപ്പൊ കല്യാണം കഴിച്ചോണ്ടാണ് വീട്ടിലും പശുക്കളും ആടും ഒക്കെ ഉണ്ടാവണേ. ഇവിടെ കൊണ്ട് തൊഴുത്ത് ക്ലീൻ ചെയ്യിക്കണം, ചാണം വാരിപ്പിക്കണം, എല്ലാം ചെയ്യണം. ഇത് കഴിക്കും മോളെ. മോളെ സ്കൂളിൽ പോയി വിശക്കില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഉപ്മാവ്. കഴിച്ചോക്ക്. ഇതിനെന്താ കുഴപ്പം? ഇത് നല്ല രസമുണ്ടല്ലോ കഴിക്കാന്. എന്താ ഉപ്മാവ് കഴിച്ചാ നിങ്ങക്ക്? പിന്നെ എന്നും നിങ്ങൾക്ക് പത്തിരി ഇറച്ചി ഉണ്ടാക്കി തരില്ല പടി. ഞായറാഴ്ച വെക്കുന്നുണ്ട്. ഇപ്പൊ ഉപ്മാവ് കഴിച്ചൂടെ? വേഗം സ്കൂളിലേക്ക് പോകാൻ നോക്കല്ലേ അത് കഴിച്ചിട്ട്. എന്താ നിനക്കിത് തിന്നാൻ വരാൻ പോന്നെ? ആ കാട്ടറി. എന്തത് തിന്നാ കുഴപ്പം? നീ ഒന്നും തിന്നണ്ട. ഇങ്ങനെ പട്ടിണി കിടന്നോ? ചേച്ചി ഇവരെ രണ്ട് ലാളിച്ച് വഷളാക്കിക്കുക. എന്തവർക്ക് ഉപ്മാവ് കഴിച്ചാ? കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. കുത്തി കയറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അവിടെ ഛർദിക്കാൻ ഛർദിക്കട്ടെ. അല്ലാതെ ഒരു സാധനം തിന്നില്ല. പത്തിരിയും കോഴിക്കറി മതി. ഇത്ര പത്തിരിയും കോഴിക്കറി നോക്കണ്ട നീ. നല്ല പേട കിട്ടാത്തന്റെ കേടാണ്, അല്ലാതെ ഒന്നുമല്ല. എത്ര കുട്ടികൾ ഇവിടെ ഭക്ഷണം ഇല്ലാതെ കരയാൻ നിൽക്കുന്നു. ഇവറ്റങ്ങൾക്ക് തിന്നാൻ കൊടുത്താലും തിന്നില്ല. പോട്ടെ, ആന്റി മോക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തരാട്ടാ. ആ, അങ്ങനെ പറഞ്ഞ മോൾക്ക് സ്കൂളിലേക്ക് പോവാതിരിക്കാനുള്ള അടവല്ലേ? എടി, എന്റെ കയ്യിൽ നിന്ന് മേടിക്കട്ടെ നീ നല്ലത്. ആ ചേച്ചി കൊഞ്ചിച്ച് വഷളാക്കിക്കോ. ഇതിനൊക്കെ തല്ലി വളർത്തണം. തല്ലേണ്ട സ്ഥാനത്ത് തല്ല് തന്നെ വേണം. തിന്നാൻ കൊടുത്ത തിന്നൂല്ല. ഓ, എന്തൊരു കുട്ടികളത്. ട്യൂഷന് പോയിട്ട് ട്യൂഷൻ ടീച്ചർ എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. ട്യൂഷൻ ടീച്ചർക്ക് ഒന്നും അറിയില്ല. ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇന്ന് പോരാത്തതിന് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു 100 വട്ടം. എന്തോ ഇമ്പോസിഷൻ അത്രേ. ഇമ്പോസിഷൻ എന്താ നിന്നെ കൊണ്ട് എഴുതിപ്പിച്ചത്? ആന്റി, കാട്ടിലെ വലിയ മൃഗം എന്ന് പറയുന്നത് ജിറാഫ് അല്ലേ? ജിറാഫിന്റെ തല വലുതല്ലേ? പക്ഷെങ്കിലേ ടീച്ചർ പറയാനേ ആനയാണെന്ന്. പുറത്തത്തെ ടീച്ചർ അല്ലേ? ജിറാഫ് അല്ലേ? എല്ലാവരും അത് ആനയെന്ന് പറഞ്ഞു. എടി മണ്ടി, ആനല്ലേ കാട്ടിലെ വലിയ മൃഗം? നിന്നെ കൊണ്ട് 100 വട്ടല്ല 1000 വട്ടം എഴുതിപ്പിക്കണം ടീച്ചർ. പിന്നെ ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞ പൊട്ടത്തി നല്ലത്. പിന്നെ നിന്നെ എന്താ വിളിക്കുക? നോക്കിക്കോ, ഇനി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ കറക്റ്റ് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്താൽ മതി. നാളെ കിടന്നോ, എനിക്ക് പണിയുണ്ട്. എടാ പാറച്ചേച്ചി റൂമിലുണ്ട്. അനുചേച്ചി നവി ചേച്ചി നല്ല അടിയായിരുന്നു എനിക്കുമ്പോ. അതെന്നാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആന്റി പോയി ചോദിച്ചോക്ക്. അവിടെ കിടന്നോ നീ. എഴുതാനൊന്നുമില്ലല്ലോ സ്കൂളിലേക്ക്? അപ്പൊ അവിടെ പോയിട്ട് എഴുതാം. ഓ, എന്നാലും വയറിന് ഒരു സുഖമില്ല. കുറച്ചു നേരം കിടന്നാ മാറിയാലോ? ഹായ് ചോക്ക്. ചക്കി, അത് എടുക്കണ്ട. അതെന്താ എടുത്താല്? ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആരും ചോക്ക് എടുക്കണ്ടെന്ന്. ഇപ്പൊ പറഞ്ഞു, ഞാൻ കേട്ടില്ലല്ലോ. ഇന്നലെ പോകുമ്പോ തന്നെ പറഞ്ഞു ഈ ചോക്ക് ഇവിടെ ഇരുന്നോട്ടെ, ആരും തൊട്ട് പോകരുതെന്ന്. ഞാൻ കേട്ടില്ലേ? ഞാൻ എടുക്കും. എടി ചക്കി, അത് എടുക്കണ്ടെന്ന് ടീച്ചർ പറഞ്ഞതാ. അതന്നെ ടീച്ചർ പറഞ്ഞു അത് എടുക്കണ്ടെന്ന്. നിനക്ക് അടി കിട്ടുട്ടാ. ഒന്ന് പോടാ. നല്ല ഭംഗിയുള്ള ചോക്ക, ഇത് എനിക്ക് വേണം. സൂപ്പർ ചോക്ക്. നിന്നോടത് എടുക്കണ്ടെന്നല്ലേ പറഞ്ഞേ? എടിടുണ്ടോ, നീ നിന്റെ കാര്യം നോക്കിക്കോട്ടാ. ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും നീ ടീച്ചറെ ചോക്ക എടുത്തുന്ന്. കൊണ്ടേ കേസ് കൊടുക്ക്. മാറി നിൽക്കാങ്ങട്. ഞാൻ അവിടെ ഇരിക്കും. ഈ തുമ്പത്തിരുന്നോ? ഒരു തുമ്പ്. ഈ ചോക്ലേറ്റ് എനിക്ക് വീട്ടിൽ പോയിട്ട് പൂവുകളും ഒക്കെ വരയ്ക്കുക വാതിലിന്റെ മുകളിൽ. ഇന്ന് ചക്കിമോൾക്ക് അടി കിട്ടും. അതെ, ഇന്ന് ചക്കിമോൾക്ക് എന്തായാലും ടീച്ചറെ കയ്യിൽ നിന്ന് അടി കിട്ടും. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോ ടീച്ചർ എന്നെ അടിക്കാൻ വേണ്ടിട്ട്. അത്
ആ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൊഴിലുകൾ, ജോബ്സ്. എന്താണ് തൊഴിലുകൾ? ഏതൊക്കെ തൊഴിലുകൾ നിങ്ങൾക്കറിയാം? ഓരോരുത്തരൊന്ന് പറഞ്ഞേ, ഏതൊക്കെ തൊഴിലുകൾ നിങ്ങൾക്കറിയാം? തൊഴിലെന്ന് പറഞ്ഞാൽ ജോലി. മണിക്കുട്ടൻ തന്നെ തുടങ്ങിക്കോ, പറഞ്ഞേ. ഡോക്ടർ, പോലീസ്, ടീച്ചർ. വെരി ഗുഡ്. ചക്കിമോള് പറ. അത് ശരി, ടീച്ചർ ഇവിടെ പറഞ്ഞ ഒന്നും കേട്ടില്ലേ? പലതരം തൊഴിലുകളുണ്ട്. എന്തൊക്കെ തൊഴിലുകൾ നിനക്കറിയാം? ഒരു ജോലിയുടെ പേര് പറഞ്ഞേ. ഡോക്ടർ. അത് പറഞ്ഞു, വേറെ പറ. പൈലറ്റ്. വെരി ഗുഡ്. എഞ്ചിനീയർ. ഡ്രൈവർ. എനിക്ക് ഡ്രൈവർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ജോലികളൊക്കെ പറഞ്ഞു. അപ്പൊ പലതരം തൊഴിലുകളുണ്ടല്ലേ? ആരെന്താ കൃഷി പറയാന്നേ? കൃഷിക്കാരെന്താ മോശമല്ലല്ലോ? കൃഷി ചെയ്തിട്ടല്ലേ നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ കൃഷിയും ഒരു ജോലിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പലതരം ജോലികൾ. ഏതൊക്കെ ജോലികളുണ്ട്? ടീച്ചർ, അധ്യാപിക, പിന്നെന്താണ് ടൈലർ, തുന്നൽക്കാരൻ, പിന്നെന്താണ് പോലീസ്മാൻ, പോലീസ്, പിന്നെന്താണ് പോസ്റ്റ്മാൻ, പിന്നെന്താണ് ഫാർമർ, കൃഷിക്കാരൻ, പിന്നെന്താണ് ഡ്രൈവർ, അതുപോലെ തന്നെയാണ് ഡോക്ടർ, എഞ്ചിനീയർ. അങ്ങനെ ഒട്ടനവധി ജോലികൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ തൊഴിൽ ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയോ? ഞാൻ പറയാം. ഡുണ്ടുമോള് പറ. ജോലി ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. ജോലി ചെയ്താൽ നമുക്ക് എന്താണ്? അതിനായിട്ടൊരു പ്രതിഫലം കിട്ടും, നമുക്ക് പൈസ കിട്ടും. ആ പണം കൊണ്ടാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ചക്കി പറ. മിഠായി വാങ്ങിക്കും, പിന്നെ ഡ്രസ് മേടിക്കും, പിന്നെ കളിപ്പാട്ടങ്ങൾ മേടിക്കും, പിന്നെ കഴിക്കാനുള്ളത് മേടിക്കും. അതൊക്കെ ചെയ്യും. പിന്നെയുണ്ട് കാര്യങ്ങൾ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്താണ് ഈ തൊഴിൽ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായോ? അപ്പൊ ഇത് എല്ലാവരും പഠിക്കണം കേട്ടോ. ഏതൊക്കെ ജോലികൾ ഉണ്ടെന്ന് പറഞ്ഞാല് ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ കിട്ടില്ലേ? ടീച്ചർ. ശരി, ഈ ഓരോരുത്തരായിട്ട് നോട്ട്ബുക്ക് എടുത്തോളൂ. ടീച്ചർ ഇന്നലെ എഴുതാൻ പറഞ്ഞത് എല്ലാരും എഴുതിയിട്ടില്ലേ? ഓരോരുത്തരായിട്ട് എടുത്തോളൂ. മണിക്കുട്ടായി എടുത്തേ. അയ്യോ, ഞാൻ എഴുതിയിട്ടില്ല നോട്ട്. ഞാനിപ്പോ എന്ത് ചെയ്യും? എല്ലാവരും മുന്നിൽ നിന്ന് എനിക്ക് അടി കിട്ടും. എന്താ ഇപ്പൊ പറയൂ ടീച്ചറോട്? എല്ലാവരും നോട്ട് എടുക്ക്. അയ്യോ, എല്ലാരും ബുക്ക് എടുത്തു. എന്താ ചെയ്യാ? ഛർദിക്കാൻ വരുന്നത് പോലെ അഭിനയിക്കാം. അയ്യോ, ടീച്ചർ. എന്ത് പറ്റി ചെക്കി? ചെക്കി എന്ത് പറ്റി? ഒന്നുമില്ല, എനിക്ക് വയറ് വേദനിക്കുന്ന പോലെ. എനിക്ക് ഛർദിക്കാനൊക്കെ വരുന്നുണ്ട്. വെറുതെ ടീച്ചർ, നുണയാണ്. തലത്തിനെ കാണിക്കുക. അത് എഴുതി വന്നിട്ടുണ്ടാവില്ല. അയ്യോ, എന്നാ കുറച്ചു നേരം കിടന്നോ? തല വെച്ച് ചേർന്ന് നോക്ക്, അപ്പൊ മാറും. അയ്യോ ചക്കി, എന്ത് പറ്റി? വാ, ബാത്റൂമിൽ പോവാം. ടുണ്ടു, നീയും പോരെ? ഡ്രസ്സൊക്കെ കഴുകാം. അത് സാരില്ല, നമുക്ക് പോയി കഴുകാട്ടോ. ഡ്രസ്സൊക്കെ കഴുകാം. ചക്കി വാ, ബാത്റൂമിൽ പോവാം. സാരമില്ല, രണ്ടുപേരും എനിക്ക്. നമുക്ക് വാഷ്റൂമിലേക്ക് പോവാം. ഇത് ചക്കിയുടെ നമ്പർ ആവും. എനിക്ക് അറിഞ്ഞൂടെ അവിടെ.